നമസ്കാരം. ഇന്തോനേഷ്യയിൽ ഒരിടത്ത് ഭൂകമ്പവും മറ്റൊരിടത്ത് പ്രളയവും 37 പേർ മരിച്ചു എന്നാണ് അവിടെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ട്. ആകെ ദുരിതത്തിലായത് ഇന്തോനേഷ്യൻ ജനത. എന്തിനാണ് ഞാനിപ്പോൾ ഇന്തോനേഷ്യയിലെ വാർത്ത പറയുന്നത്? കേരളത്തിൽ വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ലേയല്ല. നമ്മുടെ നാട്ടിൽ നിന്നും ഒരു കാരണഭൂതം, അല്ല തെറ്റി, കാരണഭൂതൻ അവിടെ ചെന്നിട്ടുണ്ടല്ലോ. സുഖവാസ കേന്ദ്രത്തിലാണ് പോയത് എന്നാണ് നാട്ടിലെ ആസ്ഥാനം താങ്ങികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാശ് മുടക്കിയാണ് പോലും സുഖിക്കാൻ പോയിരിക്കുന്നത്. അതെന്തുമാകട്ടെ, അയാളും കുടുംബവും ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഇന്തോനേഷ്യ എന്ന രാജ്യത്ത് ഭൂകമ്പവും പ്രളയവും ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകില്ലേ? കേരളത്തിൽ എല്ലാത്തിനും കാരണഭൂതനായ ആ വലിയവന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളം അനാഥമാകില്ലേ? അതുകൊണ്ട് ഇന്തോനേഷ്യയിൽ പ്രളയവും ഭൂകമ്പവും ഉണ്ടായാൽ നമുക്ക് കയ്യും കെട്ടി അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതിനെ മാൻഡ്രാക്ക് ഇഫക്റ്റ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഇന്തോനേഷ്യക്കാർ ദുരിതത്തിലാണ്. ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് 37 മരണങ്ങളാണ് നടന്നത്. 1 ഡസനിലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. നദികളിൽ വെള്ളപ്പൊക്കവും പലയിടത്തും ഉരുൾപൊട്ടലുമുണ്ടായി. വെള്ളപ്പൊക്കത്തിനൊപ്പം അഗ്നിപർവ്വതത്തിന്റെ തണുത്ത ലാവയും പടർന്നു പ്രവഹിക്കുകയായിരുന്നു. ഇന്തോനേഷ്യയിലെ ഇബു എന്ന അഗ്നിപർവ്വതം തിങ്കളാഴ്ച രാവിലെയാണ് പൊട്ടിത്തെറിച്ചത്. വിദൂര ദ്വീപായ ഹാൽമഹേരയിലെ ഈ അഗ്നിപർവ്വതം രാവിലെ 9:12 പൊട്ടിത്തെറിച്ചത്. ചാരം കലർന്ന പുക 5 കിലോമീറ്റർ വരെ ഉയരത്തിൽ ആകാശത്തിലേക്ക് പൊങ്ങി. വെള്ളിയാഴ്ചയും ചെറിയ സ്ഫോടനം രേഖപ്പെടുത്തിയിരുന്നു. അഗ്നിപർവ്വതത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അഗ്നിപർവ്വതത്തിന് സമീപമുള്ള ആളുകൾ മാസ്കും ഗ്ലാസും ധരിക്കാനും സർക്കാർ നിർദ്ദേശമുണ്ട്. അഗ്നിപർവ്വതത്തിന്റെ ജാഗ്രതാ നില 2ാമത്തെ ഉയർന്ന തലത്തിൽ തുടരുകയാണെന്ന് ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വത ജിയോളജിക്കൽ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. താമസക്കാരെ ഒഴിപ്പിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 4-5 ദിവസം മുൻപ് വടക്കൻ സുലവേസിയിലെ റുവാങ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടുത്തുള്ള ദ്വീപിൽ താമസിച്ചിരുന്ന 12,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. ഡിസംബറിൽ സുമാത്രയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മറാപ്പി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് 3 കിലോമീറ്റർ വരെ ഉയരത്തിൽ ചാരമേഘങ്ങൾ പടർന്ന 20-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അഗ്നിപർവ്വത ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇന്തോനേഷ്യ റിംഗ് ഓഫ് ഫയർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ 127 സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ. ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മഴയത്ത് അഗ്നിപർവ്വതത്തിന്റെ ചരിവുകളിൽ ഒഴുകുന്ന അഗ്നിപർവ്വത പദാർത്ഥങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും മിശ്രിതമായ ലാഹാർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവാപ്രവാഹമാണ് ദുരന്ത കാരണം. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10:30 പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലെ അകം, തനഹ, ദാദാർ ജില്ലകളിൽ പ്രകൃതി ദുരന്തമുണ്ടായതായി സർക്കാർ ഏജൻസി തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇതിൽ 37 പേർ കൊല്ലപ്പെടുകയും 1 ഡസനിലധികം പേരെ കാണാതാകുകയും ചെയ്തതായി അധികൃതർ ഞായറാഴ്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു. 100-ലധികം വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി വെളിപ്പെടുത്തി. 3 ദിവസം മുൻപ് സൗത്ത് സുലവേസിയിൽ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും വീടുകളും റോഡുകളും തകർന്ന 15 പേർ മരിച്ചിരുന്നു. സുമാത്രയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതവും ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിലെ സജീവമായ 130 അഗ്നിപർവ്വതങ്ങളിലൊന്നുമായ മറാപ്പി പർവ്വതത്തിൽ നിന്നുള്ള തണുത്ത ലാവയാണ് ശനിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ താഴേക്കൊഴുകിയത്. 2885 മീറ്റർ, അതായത് 9465 അടി ഉയരമുള്ള മറാപ്പി അഗ്നിപർവ്വതം ഡിസംബറിൽ പൊട്ടിത്തെറിക്കുകയും 3000 മീറ്റർ, അതായത് 9800 അടി ആകാശത്തേക്ക് ചാരപ്പുക തുപ്പുകയും ചെയ്തിരുന്നു. വാരാന്ത്യത്തിലുണ്ടായ അപ്രതീക്ഷിതമായ സ്ഫോടനത്തിൽ പർവ്വതത്തിൽ കുടുങ്ങിയ 23 പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടു. എന്തായാലും കേരളത്തിൽ നിന്ന് പോയ കാരണഭൂതന് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല എന്നാണ് തിരുവനന്തപുരത്ത് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രാവിനെ പറത്തുവിട്ടത് മുതലുള്ള കാര്യങ്ങൾ ഇന്തോനേഷ്യക്കാരെങ്ങാനും അറിഞ്ഞാൽ അതോടെ തീർന്നു. എന്തായാലും മടങ്ങി വരുമ്പോൾ കേരളത്തെ കാത്തിരിക്കുന്നത് എന്ത് ദുരന്തമാണെന്ന് ഇനി കണ്ടു തന്നെ അറിയണം.